യുഎസിൽ എംപ്ലോയർ സ്പോൺസേഡ് ഗ്രീൻ കാർഡ് അപേക്ഷകൾക്ക് വലിയ കാലതാമസം നേരിടുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വാഷിംഗ്ടൺ DC-യിലെ കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2025 രണ്ടാം പാദത്തിൽ ശരാശരി 1256 ദിവസമാണ് അപേക്ഷകളുടെ പ്രോസസ്സിംഗിനെടുക്കുന്ന സമയം. ഇത് 2016-ൽ 705 ദിവസമായിരുന്നുവെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗ്രീൻ കാർഡുകൾ നേടുന്നതിനുള്ള അപേക്ഷകരുടെ ബുദ്ധിമുട്ട് അമേരിക്കയുടെ ആഗോള മത്സരശേഷിയെ ദുർബലപ്പെടുത്തുമെന്ന് കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ അമേരിക്കയുടെ കുടിയേറ്റ രീതികളെ മാറ്റിമറിക്കുന്ന സമയത്ത് ഇത് അധിക കാലതാമസമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗ്രീൻ കാർഡ് അപേക്ഷകൾക്കുണ്ടാകുന്ന കാലതാമസം അമേരിക്കയുടെ വളർച്ചയ്ക്ക് തടസ്സമാണ്. കൂടാതെ ജീവനക്കാർക്കും തൊഴിൽദാതാക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നു. കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് $2805 പ്രീമിയം പ്രോസസ്സിംഗ് ഫീസ് നൽകുന്ന അപേക്ഷകർ പോലും ഏകദേശം 2 വർഷം കാത്തിരിക്കേണ്ടി വരുന്നു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പരിധികൾ കാരണം അപേക്ഷകൾക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുന്നു. അപേക്ഷ ആരംഭിക്കുന്നതിന് മുമ്പുള്ള മാസങ്ങളിലെ നടപടിക്രമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. തൊഴിൽദാതാക്കൾ സ്പോൺസർ ചെയ്യുന്ന അപേക്ഷകരുടെ നടപടിക്രമങ്ങളെ കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് 6 ഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. 2016 മുതൽ ഈ ഘട്ടങ്ങളിലെല്ലാം കാലതാമസമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യോഗ്യത തെളിയിക്കുന്ന രേഖകൾ തൊഴിൽദാതാക്കളും അപേക്ഷകരും ചേർന്ന് ശേഖരിക്കുന്നതാണ് ആദ്യ ഘട്ടം. തൊഴിലിന്റെ വേതനം കണക്കാക്കാൻ തൊഴിൽ വകുപ്പ് വിലയിരുത്തുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കാൻ തൊഴിൽദാതാക്കൾ ശ്രമിക്കണം. ജോലി പരസ്യം ചെയ്തതിനു ശേഷം മതിയായ യോഗ്യതയുള്ള അമേരിക്കക്കാരെ കിട്ടാനില്ലെന്ന് തെളിയിച്ച ശേഷം തൊഴിൽദാതാക്കൾ ലേബർ സർട്ടിഫിക്കേഷനായി അപേക്ഷിക്കണം. തൊഴിലാളിയുടെ യോഗ്യതയും തൊഴിൽദാതാവിന്റെ സാമ്പത്തിക സ്ഥിതിയും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പരിശോധിക്കുന്നു. ഇതിനായി തൊഴിൽദാതാക്കൾ ഒരു അപേക്ഷ സമർപ്പിക്കണം. സ്ഥിരതാമസത്തിനായി അപേക്ഷകർ സ്റ്റാറ്റസ് അഡ്ജസ്റ്റ്മെന്റ് അറിയിക്കണം. ഇതിനായി പശ്ചാത്തലവും മെഡിക്കൽ പരിശോധനകളും നടത്തണം. എന്നിവയാണ് മറ്റ് ഘട്ടങ്ങൾ. കാലതാമസവും സങ്കീർണമായ പ്രക്രിയയും കാരണം തൊഴിൽദാതാക്കൾ താൽക്കാലിക വർക്ക് വിസകൾ നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കാത്തിരിപ്പ് സമയം വീണ്ടും വർദ്ധിപ്പിക്കുന്നു. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ രേഖകളെ ഉദ്ധരിച്ച് ബൗണ്ട്ലെസ് ഇമിഗ്രേഷൻ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം അപേക്ഷകൾ പൂർത്തിയാക്കുന്നതിൽ കുറവുണ്ടായിട്ടുണ്ട്. ജനുവരി 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഫെഡറൽ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ ഇത് 18% കുറഞ്ഞ 2.7 ദശലക്ഷമായി. അതേസമയം ഇമിഗ്രേഷൻ സർവീസസിലെ തീർപ്പാക്കാത്ത അപേക്ഷകളുടെ എണ്ണം 11.3 ദശലക്ഷമായി ഉയർന്നു. ഇത് ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മറ്റ് രാജ്യങ്ങൾ ഏതാനും ആഴ്ചകൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ ഗ്രീൻ കാർഡുകൾ നൽകുമ്പോൾ അമേരിക്കയ്ക്ക് ആഗോള ടാലന്റ് മത്സരത്തിൽ നഷ്ടം സംഭവിക്കുമെന്ന് കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. US സർക്കാർ അതിന്റെ നിയമപരമായ കുടിയേറ്റ സംവിധാനം മെച്ചപ്പെടുത്തുകയും അനാവശ്യ നടപടിക്രമങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.